ഇല്ല കൊടുത്തില്ല. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കിച്ചോസ് ബേബി. അപ്പോൾ റീഡിങ് ഉണ്ടായിരുന്നു, റീഡിങ്ങിന് പോയിട്ട് ഇപ്പോൾ വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നതാണ്. ഐസ്ക്രീമാണ് ഗൈസ്. ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ, അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പാല്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രഷായി, ഡ്രസ്സൊന്ന് മാറി. ഇനി കുറച്ച് അവിൽ മിൽക്ക് ഉണ്ടാക്കട്ടെ കേട്ടോ. രാവിലെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിൽ മിൽക്ക് ഉണ്ടാക്കട്ടെ. നല്ല വെയിൽ, കംപ്ലീറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, കുറച്ചെടുത്തിട്ട് പോന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് പോകാമെന്ന് വിചാരിക്കാം. ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് കേട്ടോ. ഒന്ന് രാവിലത്തേക്ക് ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയും ചട്നി, തേങ്ങാ ചട്നി ഉണ്ടാക്കി. കഴിഞ്ഞോ? ചട്നിയും കഴിഞ്ഞടി? ചട്നി കഴിഞ്ഞോ? ബാക്കിയുണ്ടോ? ദോശ കഴിഞ്ഞോ? പിന്നെ ചോറ് ആയിട്ടുണ്ടായിരുന്നു. കറി കണ്ടോ, മസാല കൂട്ടുകറി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ അവിൽ മിൽക്ക് ഉണ്ടാക്കി. എടി അത് ഇതിൽ ഉണ്ടല്ലേ അല്ലേ? ഇത് ഇതാക്ക് കറണ്ടിൻ്റെ എന്തെന്നാ ഇത് വേണം. അങ്ങനെ നിന്നോണ്ടു. പിന്നെ ഒരു പാത്രത്തിലേക്ക് ബോട്ടിലേക്ക് ഇപ്പം തന്നെ ഇട്ട് വെക്കാം അവിൽ മിൽക്ക്. എന്തേ ഉണ്ടാവും നോക്കി. അതാ ബൂസ്റ്റിൻ്റെത് ഇപ്പം നമുക്കുള്ള എടുത്തിട്ട് ബൂസ്റ്റിൻ്റെലേക്ക് ഇട്ടാൽ മതി. അതെടുക്കേ, ഒരു ബോട്ടിൽ ഏതോ ഒഴിവാണ്. മുകളിലേക്കാണ് എടുക്കണം, താഴത്തേക്ക് എടുക്കണില്ല. എൻ്റെ എന്താ നൂഡിൽസിൻ്റെ അതെടുക്ക്. ആ വലിയ ബോട്ടിലെടുക്കേ. അതിലെ കുഞ്ഞു നൂഡിൽസ് എതിക്കാൻ മാറ്റിക്കോ. കളയണ്ട, അതെടുക്ക്. അതിൽ കുരുമുളകാണ്, അതിനെടുക്കേ. ഞാൻ പറഞ്ഞുതരാം. എടുക്ക്, നിന്നെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അടുക്കളയിൽ ആകെ കലപില്ലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് അങ്ങോട്ട് മാറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചു, റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ റീഡിങ് ഉണ്ടായിരുന്നു. രാവിലെ കുറച്ച് റീഡിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. വെയിൽ കൊണ്ടുള്ള അവസ്ഥ പറയാമല്ലോ. പിന്നെ ഫുഡ് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ പോയി. ചോറും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഞാൻ പോയപ്പോൾ മക്കളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഞാൻ 12 മണിയാവാനായി, 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ രാവിലത്തെ ദോശയൊന്നും അങ്ങനെ തിന്നാൻ തോന്നിയില്ല. തണുത്ത് എന്തെങ്കിലും തിന്നാൻ വേണ്ടി തോന്നി. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് തന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ. അപ്പോൾ നമ്മളവിടെ ഉള്ള അവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന പൊരി അവിലൊക്കെ വാങ്ങി വന്നതാണ്. പഴവും ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ വേണമെന്നൊന്നുമില്ല. 2 ഐസ്ക്രീമും 5 രൂപേൻ്റെ ഐസ്ക്രീമൊക്കെ കൂടെ വാങ്ങി. എല്ലാം കൂടെ ഇത്രയും സാധനം വാങ്ങിയിട്ട് നമുക്ക് ആകെ 100 രൂപയായിട്ടുള്ളൂ. പഴം, പൊരിയവിലും ഐസ്ക്രീം എല്ലാം കൂടെ. നമ്മൾ പുറത്ത് പോയിട്ട് അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ അവർ പിന്നെ അതിൻ്റേതായ രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടായിരിക്കും തരിക. എന്നാലും 40 രൂപ 50 രൂപയൊക്കെ വേണമല്ലോ. ഇങ്ങനെ നമ്മൾ വാങ്ങി വെച്ചാൽ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പം ഞാൻ വെറുതെ തട്ടിക്കൂട്ടി വേഗം ഉണ്ടാക്കാൻ കേട്ടത്. ശരിക്കും ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലൊന്നും ഒക്കെ കാണിച്ചു തരണം. ഞാൻ അത്ര എന്താ പറയുക, അങ്ങനെ ഒരു അവിൽ മിൽക്കിൻ്റെ വീഡിയോ നല്ലതായിട്ട് ചെയ്യണം. ഞാൻ വേഗം എങ്ങനെയെങ്കിലും കുറച്ച് എന്താ പറയുക, കുറച്ച് കുടിച്ചാൽ മതി എന്നുള്ളതിനാണ് കുറച്ച് ആക്രാന്തമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം വിശപ്പും ഉണ്ട്, എന്നാൽ വേറെ ഫുഡൊന്നും കഴിക്കാൻ തോന്നുന്നുമില്ല. ഒരു തണുത്ത് എന്തെങ്കിലും കഴിക്കാനുള്ള ഒരു ഫീലാണ്. ചില സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അവിലൊക്കെ ഞാനൊരു ഇതിപ്പോൾ 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ മക്കൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടിയും വരില്ല. ചെറിയ പാക്കറ്റാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. പെട്ടെന്ന് തീരും കരുതിയിട്ടാണ് ഇപ്പോൾ വലുത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് കിച്ചുമ്പോൾ പറയണേ, അമ്മയ്ക്കുള്ള വേണ്ടാക്കിയോ, ഞങ്ങൾക്കുള്ള ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, അത് നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോക്കി അങ്ങനെ എന്താ പറയുക, പതുക്കെ ഉണ്ടാക്കാനുള്ളൊരു സമയമില്ല, ഞാൻ എങ്ങനെയും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ അങ്ങനെയാണല്ലോ അല്ലേ. അപ്പം നോമ്പുള്ളവരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അത് വെയിൽ കൊണ്ട് വന്നതുകൊണ്ടുള്ളൊരു എന്താ പറയുക, ആക്രാന്തം പരവേശമൊക്കെയാണ് ഗൈസ്. നോമ്പുള്ള എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചോളൂ. പിന്നെ അപ്പോൾ കുറച്ചൊന്ന് കിച്ചൺ മോഡ് പറയുമ്പോൾ സെർവിങ്ങിൽ കുറച്ച് നമുക്കൊരു എന്താ പറയുക
ഒരു മോടിയൊക്കെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കൊണ്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരിനി അങ്ങനെ പതുക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ. ഞാൻ എന്തായാലും ഇതൊന്ന് കുടിച്ചിട്ട് വേണം, പിന്നെ അടുത്ത കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ. നമ്മളവരെ പോലെ അല്ലല്ലോ, നമുക്ക് ഓരോ ജോലികൾ ഉണ്ടാവുമല്ലോ, ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇത് കഴിയുമ്പോൾ കുറച്ച് തലേ ദിവസം കഴിഞ്ഞെടുത്ത് വെച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടാവും, അപ്പോൾ അത് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ പറയുക നിന്നാൽ പിന്നെ അങ്ങനെ കുറേ സമയം പോകും സംസാരിച്ചിട്ട്, അതും എല്ലാം വേണമല്ലോ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് റീഡിങ് എടുക്കാൻ വീണ്ടും പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ട്, എല്ലാം കൂടെയാണ്. പിന്നെ ഞാൻ അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേറെ എന്തൊക്കെയാണ് ചങ്കുകളെ, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിലേക്ക് കുറേ പേരിപ്പോൾ നമ്മളെ കൂട്ടുകൂടാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇനിയിപ്പോൾ എന്താ കിച്ചുമോള് കുളിക്കുകയാണ് കേട്ടോ. ഈ സമയത്തായിട്ട് കിച്ചുമോള് കുളിക്കണേ. തത്തമോള് പോയി, അവൾക്ക് എക്സാം ഉണ്ടായിരുന്നു. അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചതിന് ശേഷം പിന്നെ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഉറങ്ങിയൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടന്നു. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, ചോറുണ്ടാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരു 4 മണി 4:30 ആകുമ്പോഴത്തേക്ക് എനിക്ക് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ചോറുണ്ടിട്ടെ പിന്നെ അവിൽ മിൽക്കൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യാതോടൊക്കെ ഇരുന്നു. പിന്നെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടാവും അവിൽ മിൽക്ക് ഇപ്പോഴല്ലേ കുടിച്ചത്, പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഒരു പ്ലേറ്റ് ചോറുണ്ണാണോ എന്നുള്ളതൊക്കെ. പൊന്നാര ചങ്കുകളെ, നമ്മൾ ഒരു 11:30 ഞാൻ പറഞ്ഞില്ല വന്ന സമയത്താണത് കഴിച്ചത് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇത് കഴിക്കണത് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ചോറാണല്ലോ, 1 മണിക്കൊന്നുമല്ല. കാരണം ഒരു ഗ്ലാസ് അവിൽ മിൽക്ക് കഴിച്ചപ്പോൾ അതിന് വയറങ്ങോട്ട് നിറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. കുറച്ച് നേരം അവിടെ അങ്ങനെ കിടക്കും, ഉറങ്ങിയൊന്നുമില്ല കേട്ടോ, കിടന്നു. പിന്നെ ഒരു 3 മണിയായപ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഇനി ഫുഡ് കഴിച്ചിട്ട് കൊണ്ട് റീഡിങ്ങിന് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണീറ്റ് ഫുഡ് കഴിച്ചു. പക്ഷേ ഫുഡ് സമയം തെറ്റി കഴിച്ചാൽ നമുക്ക് അങ്ങനെ പോകില്ല. എന്തായാലും ആ കൂട്ടുകറി ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഇതിൽ കുറച്ചൊക്കെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മക്കൾ പറഞ്ഞു നമ്മൾ നാളെ കൂട്ടുകറി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് രാവിലെ തന്നെ കുറച്ച് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചും പിന്നെ കുറച്ച് തേങ്ങയൊക്കെ വറുത്തത് ഇടിയൊക്കെ ചെയ്തു, ഗ്രീൻ പീസും സോയാബീനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ റീഡിങ്ങിന് പോകാമെന്നപ്പോൾ നല്ല കാറ്റും മക്കളെ, നല്ല കാറ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ റീഡിങ്ങിൻ്റെ പോക്ക് മുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. മഴയും ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, ഇടി പൊട്ടാനും മിന്നാനും ഒക്കെ നമുക്കിവിടെ ഉച്ച കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എന്നും ഇങ്ങനെ വേനൽ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മക്കൾ പറഞ്ഞു, അമ്മ രാവിലത്തെ ദോശമാവ് ഉണ്ടല്ലോ, എന്നാൽ നല്ല ക്രിസ്പായിട്ടുള്ള ദോശ ഉണ്ടാക്കി താന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നെയ്യിൻ്റെ കുപ്പി തന്നെ ഉള്ളൂ കേട്ടോ, അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നെയ്യൊന്നും അതിലില്ല, തീർന്നിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അടിയിൽ കുറച്ച് ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഈ ബോട്ടിലൊന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ചൂട് തട്ടിയപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ക്രിസ്പായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ചായ ഞാൻ ഇരിക്കാനുണ്ടാക്കി കേട്ടോ. നമ്മൾ രാവിലെ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലും ഒക്കെ ഉണ്ടെന്നിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പാലുണ്ടായിരുന്നു, ബാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലൊരു ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായ മക്കൾക്കൊന്നും വേണ്ട, ചായേൻ്റെ ആൾ ഞാനാണ്. അപ്പോൾ അവർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ചട്നി ബാക്കി ഉണ്ടായിരുന്നു, മക്കൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ കൂട്ടുകറിയൊക്കെ കൂട്ടിയിട്ട് ക്രിസ്പാക്കിയിട്ടുള്ള ദോശ കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴ. അപ്പം നല്ല മഴ പെയ്യുമ്പോഴൊക്കെ എങ്ങനെയെന്നറിയോ, പാൽ ചായ നല്ല അടിപൊളി കട്ടൻ ചായയും നല്ല ചൂട് പരിപ്പ് വടയും അങ്ങനെ കഴിക്കാനാണ് ഒരു പൂതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാനൊരു പാൽ ചായ ഇട്ടേന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കുള്ള ദോശയൊക്കെ അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി ദോശയും കൂട്ടുകാരെ എടുത്ത് വെച്ചു, അതിൻ്റെ അടുത്ത് ഗ്ലാസ് എടുത്ത് വെച്ച് എനിക്കുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.